ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രാവൽ റിലേറ്റഡ് ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്, ഇന്നത്തെ ഒരു മോട്ടോ വ്ലോഗ് ആണ് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന Xpulse 200 ആണ്. ഈ Xpulseന്റെ ഒരു പ്രത്യേകത ഇത് റാലി കിറ്റ് കയറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ. പിന്നെ Xpulseനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറോ നമ്മുടെ ഇന്ത്യൻ റോഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വണ്ടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും മാത്രം ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ളൊരു വണ്ടിയാണിത്. ഇതൊരു നോർമൽ Xpulse അല്ല, ഇതൊരു BS6 Xpulseൽ റാലി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. സോ ഇന്നത്തെ വിശേഷം മുഴുവൻ ഈ റാലി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ഈ Xpulseനെ കുറിച്ചാണ്. നമ്മുടെ ഈ റാലി കിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ആക്സസറീസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഒന്ന് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, പിന്നെ ഹാൻഡിൽ ബാർ റൈസസ്. ഈ റാലി കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സസ്പെൻഷൻ ആണ്. ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ കംപ്രഷനും അതുപോലെ റീബോണ്ട് ഒക്കെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് ഓഫ് റോഡിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. റാലി കിറ്റിന് വരുന്ന മറ്റൊരു ആക്സസറിയാണ് ഹാൻഡിൽ ബാർ റൈസസ്. അതാണിത്. ഇത് കാരണം നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് ഓഫ് റോഡ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ ബെനിഫിറ്റുകളൊക്കെ ഈ ഒരു ആക്സസറി കാരണമുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യം ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഒരു നോർമൽ Xpulseന് 220 mm ഹൈറ്റ് ആണ് വരുന്നത്, അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. പക്ഷെ ഒരു റാലി കിറ്റിന് 275 mm ഹൈറ്റ് വരുന്നുണ്ട്. അതായത് അത്ര അടിപൊളിയായിട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ട് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്ന ഈ രണ്ട് ആക്സസറീസ് മാത്രമേ ഉള്ളൂ. ഇതിന് നമുക്കൊരു 32,000 ആ റേഞ്ചിലാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ റാലി കിറ്റ് കയറ്റിയോട് കൂടി നമ്മുടെ സസ്പെൻഷൻ ട്രാവൽ കൂടി, അതുപോലെ തന്നെ നമ്മുടെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി നന്നായിട്ട് തന്നെ ഈ വണ്ടിക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ് പറയുകയാണെങ്കിൽ ഇത് റാലി കിറ്റ് സീറ്റ് അല്ല, ഇത് നമ്മൾ നോർമൽ സീറ്റ് കസ്റ്റം ചെയ്തെടുത്താണ് റാലി കിറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ വണ്ടിയിലെ ടയേഴ്സ് ഒന്നും മാറ്റിയിട്ടില്ല. ഇതിൽ നമ്മൾ സിയറ്റിന്റെ ടയറാണ് കിടക്കുന്നത്. റാലി കിറ്റിൽ മാക്സിന്റെ ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്ന ഒരു ആക്സസറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ബാക്ക് വന്നേക്കുന്ന എൻഡൂറോ ടൈൽ ടെഡിയാണ്. ഇത് നമ്മൾ സ്വന്തം ചെയ്തെടുത്താണ്. നമുക്കൊരു 1000 rupees കോസ്റ്റ് വന്നിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും സ്വന്തം ചെയ്യാനേ ഉള്ളൂ. പിന്നെ നമ്മൾ റാലി കിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ വയേഴ്സ്. ഈ വയേഴ്സ് എല്ലാം ടൈറ്റ് ആവും, അതുകൊണ്ട് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടല്ല നമ്മൾ ഈ വയേഴ്സിനെ നമ്മൾ പുറത്തോടെ റീറൂട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. Xpulseനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഇതിന്റെ ലൈറ്റിന്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. സോ നമ്മൾ എക്സ്റ്റേണലി ഒരു ഓക്സിലറി ലൈറ്റ് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് മാഡ് ഡോഗ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ്. ഭയങ്കര അടിപൊളി ലൈറ്റ് ആണ്. ഇതൊരു റെക്കമെൻഡഡ് വൺ ആണ്. പുതിയ Xpulse 4 അവർ ലൈറ്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളൊരു ഓക്സിലറി ലൈറ്റ് എപ്പോഴും തന്നെ ഒരു ഓഫ് റോഡറെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ഓക്സിലറി ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ഹാവ് ആണ്. പിന്നെ ഇതിന്റെ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് GPS ഒക്കെ ഇടാൻ കഴിയും. നമ്മൾ ഈ റാലി കിറ്റിൽ എല്ലാ എക്യുപ്മെന്റും മാറ്റണമെന്നൊന്നുമില്ല. നമ്മൾ ഇതിന്റെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ റൈസേഴ്സ് മാറ്റി കഴിയുമ്പോൾ തന്നെ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു മെഷീനായി മാറുകയാണ്. നോർമൽ Xpulseനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓഫ് റോഡിങ്ങിലോട്ട് മോശമൊന്നുമല്ല. എന്നാൽ റാലി കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ കംഫി ആയിരിക്കും. അതുപോലെ തന്നെ റാലി ഓടിക്കുന്നവരും അതുപോലെ ടഫ് ആയിട്ടുള്ള ടൈലിലൂടെയൊക്കെ പോകുന്നവർക്കും ഇത്തരത്തിലുള്ള ഒരു വണ്ടി കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. അതായത് സസ്പെൻഷന് നമുക്കൊരു 28,000 ചെലവ് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി പോയേക്കുന്നത് ഹാൻഡിൽ ബാർ റൈസേഴ്സിനാണ്. ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 220cc ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17.8 at 8500 RPM ആണ്. ഈ വണ്ടിയുടെ ടയർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്പോക്ക് വീൽസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തെങ്കിൽ പെട്രോൾ ഡിസ്കുകളാണ്. പിന്നെ ഇതൊരു സിംഗിൾ ചാനൽ ABS വണ്ടിയാണ്. നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു BS6 വണ്ടിയാണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. എന്നാൽ BS4 വന്നിട്ട് അത് കാർബറേറ്റർ വണ്ടിയാണ്. ഈ വണ്ടിയുടെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഇത് 37 mm ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വണ്ടി നല്ല രീതിയിൽ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണത്. പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, രണ്ടും ഡിസ്ക് ബ്രേക്കുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ അത് സിംഗിൾ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ റാലി കിറ്റ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം മാത്രമേ പറയുള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. സോ നമുക്കിത് നമ്മുടെ കയ്യിൽ അടങ്ങിയാൽ മാത്രമേ ഇത് നമ്മൾ നോർമൽ റോഡുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് നാൾ നമ്മളിത് ഓടിച്ചുള്ള എക്സ്പീരിയൻസ് കാരണമാണ് നമുക്ക് നല്ല രീതിയിൽ റോഡിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ. റാലി കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സഫർ ചെയ്യുന്നത് കാല് കുത്തുന്നതിനെ കുറിച്ചാണ്. സോ ഇത് ഒരു ആസ് എ ബിഗിനർ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നോർമലായിട്ട് നമുക്ക് ഈ വണ്ടി റോഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ റാലി കിറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഹീറോ തന്നെ സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള റാലി കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി വണ്ടി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഹീറോയിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ റാലി കിറ്റിന്റെ ആക്സസറീസ് വാങ്ങി നമുക്ക് ഈ ഒരു റാലി കിറ്റ് ആക്കി എടുക്കാൻ പറ്റും. അതും ഒരു വെർത്ത് തന്നെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഈ വണ്ടിയെ റിഗാർഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കാം.
ഐ ട്രൈ ടു ആൻസർ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.